അല്ലെങ്കിൽ ഞാൻ കാണിച്ചതല്ലേ പിന്നെ ഇപ്പൊ ചിലപ്പോ മണ്ടിട്ടു ആ മണ്ടല്ലോ മണ്ടതാ. തോമസേ ഒരു ഹായ് എടുത്തോ, ഒരു ഹായ് എടുത്തോ, ഒരു ഹായ് എടുത്തോ. വണ്ടിയൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ MBD എപ്പോഴാണ് പൊക്കണ്ടാവാ. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇപ്പോൾ ഡണ്ടല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്നലെ പുതിയ വീഡിയോ ഇടണം വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ കഴിഞ്ഞില്ല. എൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസായിട്ട് കുറേ പ്രശ്നങ്ങളായിട്ട് ഇടാൻ കഴിഞ്ഞില്ല. ബട്ട് ഇന്നത്തെ ഞാൻ എന്തായാലും ഉഷാക്കി ഇടാമെന്ന് പ്രതീക്ഷിക്കണേ. ഞാൻ പറഞ്ഞില്ല എപ്പോഴാണ് ഇടുക എന്ന് എങ്ങനെ ഇടുകയെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ ഉണ്ടാവുക. കാരണം വെച്ചാൽ ഇവിടെ തീരെ ഇല്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് എത്ര 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ സാധനം അപ്ലോഡ് ആയത്. ആകെ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ പോയിടുന്നത് നല്ലത്. അതാകുമ്പോൾ നല്ല റേഞ്ചും ഉണ്ടാവും, കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് കാണിച്ചുതരാം. ഇതാണ് ഡണ്ടല്ലിത്തെ വട്ടത്തീം പാർക്ക് എന്നൊക്കെ പറയാൻ പറ്റിയ വലിയൊരു സെറ്റപ്പ് സംഭവങ്ങളൊക്കെ. ഐസ് മൂടാട്ടോ. ആ കാണുന്ന ചേച്ചിമാർ വരുന്ന ഭാഗല്ലേ, ആ തലക്കുന്ന് ഒന്നുകൂടി സൂമാക്കി കാണിച്ചുതരാം. എവിടെ ആ തലക്കുന്ന് ഇവിടെ വരെ ഈ നിൽക്കണ ഈ ബ്രോ വരെ നിൽക്കണ, ഈ ബ്ലാക്ക് ബ്രോ നിൽക്കണ അവിടെ വരെ നീന്തി വന്നേ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. 2 ആൾ വെച്ച് പോകണേ കയാക്കിങ് ഉണ്ട്, 10 ആൾക്കാർ വെച്ച് പോകണ കയാക്കിങ് ഉണ്ട്, 9 ആൾക്കാർ വെച്ച് പോകുന്നത്. പിന്നെ ഇതാ അവിടെ ഊഞ്ഞാലും ഒരു സാധനം ഉണ്ട്, അതിന് കയറുമ്പോൾ കൂടെ കെട്ടി വന്നിട്ട് വരുന്ന സംഭവമുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെന്താ ഇതുവരെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വരുന്നത് നമ്മളെ മേല് കയറ് കെട്ടിയിട്ട് അതിന് മുകളിൽ കൂടെ ഈ കിഴിഞ്ഞ് വരൂലേ, ഇത് റോപ്പിൽ കിഴിഞ്ഞ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ആ സംഭവം സെറ്റപ്പ്. ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ഈ സാധനം ആ തലക്ക വരെ, ആ തലക്ക അക്കരെ വരെ പോയി. ഇന്നലെ ഞാനിവിടെ ഡണ്ടല്ലിയിൽ, ഇന്നലെ ഇന്ന് പൊലച്ചയ്ക്ക് എത്തിയത് ഡണ്ടല്ലിയിൽ. ഒരു എത്ര മണി ഉണ്ടാവും, ഒരു 4 മണി ആ റേഞ്ചൊക്കെ ആവാനുണ്ടാവും എത്തിയപ്പോഴേക്കും. ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ തീരെ ടൈം കിട്ടിയില്ല എന്നല്ല, ടെക്നിക്കൽ ഇഷ്യൂസായിട്ട് കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് അതിടാൻ കഴിഞ്ഞില്ല. ഇപ്പം തന്നെ ഇടുന്ന വീഡിയോയ്ക്ക് എത്രത്തോളം വോയിസിന് റെക്കോർഡിങ്ങും കാര്യങ്ങളും കിട്ടുമെന്ന് എനിക്കറിയില്ല. അവിടെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് റൂമിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഗായ്സ്, ഫൈനലി നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളെ റൂം. ഓക്കെ, പുറത്ത് നല്ല സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ കാണിച്ചു തരാം. ആണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. രാത്രി ആയി കഴിഞ്ഞാൽ അതിൻ്റെ പവറൊക്കെ അറിയുള്ളൂ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിഷാദ ചോറാൻ പോവാം. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്താക്കാം, ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ ഗായ്സ്, എന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഗായ്സ്, ഫൈനലി നമ്മൾ ചോറും കാര്യങ്ങളും തിന്ന് നല്ല സുഖമായിട്ട് പോവാം. എൻ്റെ ഫ്രണ്ട് ഉണ്ട് തോമസേ വ്ളോഗ് വാ. വേഗം ഓടിപ്പോയിടെ. ഇതൊരു കാട്ടിൽ നിൽക്കണേ. ഇതെല്ലാമായി തേക്കും കാര്യങ്ങളുണ്ട്. കൊണ്ടേ വിറ്റാലെന്ന് വിചാരിക്കും, നല്ല പൈസ കിട്ടും. ഏമണ്ടി ചപ്പണ്ടി ഏമണ്ടി. പിന്നെന്താ ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫുഡ് പായസം ഉണ്ടായിരുന്നു, ഗീ റൈസ്, ചിക്കൻ തവാ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വലിയ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ. എന്താ എൻ്റെ മോനെ പെരിഞ്ചാതി ഡ്രൈ, അവിടെ ചില്ലറ ഡ്രൈനെസ്സല്ല, അല്ല കിട്ടില്ല ഡ്രൈയാ. തോമസ് ഇടുവാ, പോലെ വന്ന് പേടിപ്പിച്ചിട്ട പുലി വരുമെന്ന് പറഞ്ഞിട്ടേ. തോമസ് എങ്ങനെ നോക്കിയാ. പിന്നെന്താ, ഞാൻ അവിടുത്തെ ഹോട്ടലും കാര്യങ്ങളും കാണിച്ചു തരാം. ചീഞ്ഞ നാറ്റ തീട്ടവെള്ളം തോന്നുന്നു, തീട്ടവെള്ളം.
ആ വൗ വെച്ച് എഞ്ചോനെ ഒരു കിടിലൻ താറ് കിടക്കണ്ട അവിടെ, അതിൻ്റെ അടുത്തേക്ക് പോയേക്കാം. വാ താറിൻ്റെ വണ്ടി പോയി. ഇതാണ് തോമസ്. ഒരു ഹായ് എടുത്തോ, ഇതാണ് തോമസ്. അവൻ ജീപ്പിൻ്റെ അടുത്ത് പോയേക്കാം. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി കൊടുക്കാം. അതിൻ്റെ അടുത്ത് നാലുണ്ടെന്ന് പറയുന്നുണ്ട്. വേണ്ട, വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ജീപ്പിനെ കാണാം. ആ കാണാണ് കിടിലൻ മോഡിഫൈഡ് ജീപ്പ്. ഓക്കെ, ഈ വണ്ടിയൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ MBD എപ്പോഴാണ് പൊക്കണ്ടാവുക. കിട്ടില്ല അല്ലോ, കിടിലൻ ടയറും ബാക്കിലെ എക്സോസ്റ്റൊക്കെ കുത്തനെ. അതിൻ്റെ അപ്പുറത്ത് വലിയ നായുണ്ട്. ഒന്ന് തലയിട്ട് പുറത്തേക്ക് വെക്കുക. വെറുതെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല അല്ലേ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരെ ഇനി നമ്മളെ റിസോർട്ടിൽ പോയേക്കാം. ഓ, ഇവിടെ കുറച്ച് നടക്കാണ്ട് അല്ലടാ, കുറച്ച് നടക്കാണ്ട്, നടന്ന് തന്നെ പോകണം. പിന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്താലേ പണ്ടൊരിക്കൽ ഒരു 5-6 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് വരുള്ളൂ. എനിക്ക് പ്രചോദനമാകേണ്ടത് നിങ്ങളൊക്കെ തന്നെ അല്ലേ? അതാണ്, നിങ്ങളാണ് എനിക്ക് പ്രചോദനമാവേണ്ടത്. നമ്മൾ താമസിച്ച തൊട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഈ കിങ് റിസോർട്ട്, ഡാൻഡല്ലി കിങ് റിസോർട്ട്, കിടിലൻ കിടുക്കാച്ചി, രക്ഷയില്ല, ഒന്നും പറയാനില്ല. നൈസ്, നല്ല വെയിലിന് വെയിൽ, നല്ല തണുപ്പിന് തണുപ്പ്. മോനെ നല്ലൊരു ക്യാമറ ആണ്, ഇതൊക്കെ പൊളിച്ചനെ. എന്താടാ സാധനം തോമസേ, അതെന്താ വെടിക്കുന്നതാ? ഇത് കണ്ടില്ലേ തോമസ്? ഈ വീഡിയോയിൽ തോമസിനെ കണ്ടുങ്ങൾ. ഇതാണ് നമ്മളെ ഫ്രണ്ട് തോമസ്. പാവമാണ് ആള്, നൈസാണ് അല്ലേ? ഇതാണ് ആ വെടി വയ്ക്കണ സംഭവം. രാത്രിയാകുമ്പോൾ വെടിയും കൂടിയൊക്കെ ഉണ്ടായാൽ മതിയല്ലോ. റിസോർട്ടെത്തി. ഭാരത് പൂക്കളും പുഴകളും. അത് നമുക്ക് പൂക്കളും പുഴകളും കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ പൂവും കാര്യങ്ങളൊക്കെ. ഇവിടെ മസ്റ്റായിട്ട് വന്ന് എല്ലാവരും എല്ലാ കാര്യത്തിനും എല്ലാ ആക്ടിവിറ്റീസിനും വരണം എന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു. എന്താ വെച്ചാൽ നൈസാണ് ഇവിടെ, നൈസ് മൂഡ്, നൈസ് വൈബ്. കാര്യം വേറെ പ്രത്യേക വരുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് പറയാണ്ട്, എല്ലാവരും ചാർജറും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കരുത്. ഞാൻ മറന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ചാർജറല്ല, മറന്ന സാധനം എന്താ ഞാൻ പറഞ്ഞുതരാം. മറന്ന വേറൊന്നുമില്ല, ഹെഡ്സെറ്റിൻ്റെ ചാർജിങ് കേബിൾ എടുത്ത്, ബട്ട് ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നുപോയി. അതാണ് എനിക്കുണ്ടായ പ്രശ്നം. പൊട്ടനാ ഞാൻ. മോനെ, ഇതാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നമ്മുടെ റെയിൻ പാർക്കോ അങ്ങനത്തെ സംഭവമുണ്ട്, റെയിൻ ഷോയോ അങ്ങനത്തെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇനി ഞാൻ പറയണത്, എനിക്ക് അക്ഷരസ്ഫുടത്തൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കറക്റ്റാക്കി തരാം. വളർന്ന് വരുന്നൊരു വ്ളോഗറാണേ, അവിടെ മനസ്സിലാക്കണം. വിനോ രൂപേ വരുന്നോ? ഒന്ന് ഫേമസ് ആവാ. എൻ്റെ മോനെ, ഇത് ഈ പറയുന്ന വീഡിയോസൊക്കെ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. എപ്പോഴും അപ്ലോഡായി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ചെയ്ത സാധനം എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ
എന്താ നമ്മളെ റീൽസൊക്കെ ചെയ്യുക അതേമാതിരിയാണ് ചെയ്തത്. പക്ഷേ എനിക്കത് യൂട്യൂബ് ചാനൽ ഇടുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് ഞാൻ ചെരിഞ്ഞ് നിൽക്കുന്നില്ല, വേറെ രൂപത്തിൽ പോവുകയാണ്. നമ്മൾ വീഡിയോ ഇങ്ങനെ വലിച്ചു വയ്ക്കൂലേ അതേമാതിരി പോകുന്നത്. ലുബേബ വാടാ, അല്ലേ ഞാൻ കാണിച്ചത് ലുബേബിനെ. ലുബേബ് ചിലപ്പോൾ മണ്ടിട്ടോ ആ മണ്ടതാ ലുബേബ് മണ്ടതാ. അയ്യോ അയ്യോ കുഴപ്പമില്ല, ക്യാമ്പ് കഴിയണേ പിന്നെ ഞാൻ ലുബേബിനെ കാണിച്ചാ. എൻ്റെ മോനെ അപ്പോൾ എന്താ ഇനി രാത്രിത്തെ കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ എന്താ അവസ്ഥ നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ വീട്ടിൽ വെക്കുന്നതാവും പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ പിന്നെന്താ വേറൊന്നുമില്ല കാര്യമായിട്ട്. ഗായ്സ് കണ്ടില്ലേ ഒച്ച, നമ്മുടെ ചെക്കന്മാർ കളിക്കണതാ. കാണിച്ചതാ അവിടെ കാണണ്ട വെച്ചറിയില്ല, എന്താ എത്രത്തോളം ക്ലിയർ കിട്ടാൻ അറിയില്ല. ചെക്കന്മാരൊക്കെ നല്ല വൈബിലാണ്. എൻ്റെ സൗണ്ടൊന്നും അവിടെ പോയി കിടക്കാം. ഞാനും കുറേ നേരം വെള്ളത്തിലായിരുന്നു, കുറേ നേരം കുറേ. പിന്നെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ശുഭദിനം, ശുഭരാത്രി. ഓക്കെ, ബൈ ബൈ, സീ യു ഗായ്സ്. ഓക്കെ.